നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഇനി സീറ്റ് കൊടുക്കില്ല. ഇതാണ് കോൺഗ്രസിന്റെ പുതിയ തീരുമാനം. കഴിഞ്ഞ ദിവസം അൻവറിനെയൊക്കെ തന്നെ പാർട്ടിയിലെ നേതൃത്വത്തിലേക്ക് പാർട്ടിയുടെ ഒരു സംഘടനയായൊക്കെ തന്നെ തീരുമാനിച്ച് സ്വാഗതമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ കോൺഗ്രസിലേക്ക് തൽക്കാലത്തേക്ക് രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള തയ്യാറൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പാലക്കാട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത്. പക്ഷേ ഇനി രാഹുലിന് ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാകുന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നീക്കം. 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പാലക്കാട് പുതിയൊരു മുഖത്തെ അല്ലെങ്കിൽ പാലക്കാട് തന്നെയുള്ള ഒരു നേതാവിനെ, അതുമല്ലെങ്കിൽ സസ്പെൻസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വനിതയൊക്കെ തന്നെ നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മികച്ച ഒരു വ്യക്തി വരുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാത്ത കോൺഗ്രസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മികച്ചത് ആരാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്നറിയില്ല. ഇനി സ്വതന്ത്രനായി രാഹുൽ മാങ്കൂട്ടം നിന്നാൽ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി രാഹുൽ സ്വതന്ത്രനായി നിൽക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം വിട്ടു നിൽക്കുകയാണെങ്കിൽ രാഹുൽ എന്നേക്കുമായി ഈ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങേണ്ടത് വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കാൻ കോൺഗ്രസ് VM സുധീരൻ, AK സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പദ്ധതി ഇടുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഒരു ലോക്കൽ സപ്പോർട്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. എന്തായാലും രാഹുലിന്റെ തീരുമാനവും നിർണായകം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർക്കെല്ലാം പുറമെ സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്നാണ് വിവരം. ഒരു പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതും പാലക്കാടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷൻ തുടങ്ങിയവരെയാണ് കളത്തിലിറങ്ങുന്നത്. തൃശൂരിൽ VM സുധീരൻ, കണ്ണൂരിൽ K സുധാകരൻ, നാദാപുരത്തോ പേരാമ്പ്രയിലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് സാധ്യതകൾ. ഇതിനു പുറമെ സിനിമാ താരങ്ങളടക്കമുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച് ജനുവരി മധ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ LDFന് തുടർഭരണം ലഭിച്ചതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുക. നേരത്തെ തന്നെ കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങൾ CPIM മെനയുന്നുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം ശക്തമാക്കാനാണ് CPM നീക്കം. ഘടകകക്ഷികളായ NCP, കോൺഗ്രസ്, SN എന്നിവർ മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റെടുക്കാനുള്ള ആലോചനകളും പാർട്ടിക്ക് അകത്തുണ്ട്. എലത്തൂർ മണ്ഡലം നിലവിൽ വന്ന 2011 തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ വിജയിച്ചു വരുന്നത് NCP ഈ ശരത് പവാർ വിഭാഗത്തിന്റെ AK ശശീന്ദ്രനാണ്. CPIM നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ശശീന്ദ്രന് ശക്തി കേന്ദ്രത്തിൽ തന്നെ കഴിഞ്ഞ 3 ടേമിലും CPIM സീറ്റ് അനുവദിക്കാതിരുന്നു. എലത്തൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPIMൽ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ AK ശശീന്ദ്രന് മൂന്നാമതും CPIM അവസരം നൽകി. നിലവിൽ വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന AK ശശീന്ദ്രന് എലത്തൂരിൽ വീണ്ടും ഒരു അവസരം നൽകേണ്ടതില്ല എന്ന ആലോചനയാണ് CPIMനുള്ളത്. എലത്തൂർ ഏറ്റെടുത്താൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിനെ CPIM പരിഗണിച്ചേക്കും. കോൺഗ്രസ് വിട്ടെത്തിയ നിലവിലെ ഈ ഒഡെപെക് ചെയർമാൻ KP അനിൽകുമാറിനെയും ഇവിടെ പരിഗണിക്കാൻ സാധ്യത ഏറെയാണ്. കോൺഗ്രസ് S നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ 2 തവണ തുടർച്ചയായി മത്സരിച്ച കണ്ണൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ ഏറ്റെടുക്കാനാണ് CPIM തീരുമാനം. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കടന്നപ്പള്ളി അട്ടിമറി വിജയം നേടിയിരുന്നു. പ്രായാധിക്യം പരിഗണിച്ചാണ് ഇത്തവണ കടന്നപ്പള്ളിയിൽ നിന്നും CPIM മണ്ഡലം ഏറ്റെടുക്കുന്നത്. കണ്ണൂർ CPIM ഏറ്റെടുത്താൽ
എം സുകന്യയെ CPIM പരിഗണിച്ചേക്കും. കെ സുധാകരൻ കണ്ണൂരിൽ മത്സര രംഗത്ത് ഇറങ്ങാൻ താല്പര്യം അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്നുള്ള യുവ നേതാക്കളെ CPIM മത്സരത്തിന് ഇറക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പരിഗണിക്കുന്നില്ല. അതായത് രാഹുൽ ഇനിയും സീറ്റുമായി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് കണക്കിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തൽക്കാലം നിയമസഭാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനത്തിലെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇനിയൊരു സ്വതന്ത്രനായി നിൽക്കുമോ എന്നറിയില്ല. പക്ഷെ അന്നും ഇന്നും താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന രാഹുൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ എന്ന് കൂടി കണ്ടറിയണം.